അമേരിക്ക ഈ വെടിനിർത്തലിലേക്ക് അമേരിക്കയെ പ്രേരിപ്പിച്ചത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാരണം വിയറ്റ്നാമിൽ അവർ നേരിട്ട ഒരു വലിയ ദുരന്തം, അമേരിക്ക ഇതുപോലെ വിയറ്റ്നാം പിടിച്ചെടുക്കാൻ നടത്തിയ ഒരു നീക്കം, അതിൽ അവർക്ക് 60,000-ഓളം സൈനികരെ നഷ്ടപ്പെടേണ്ടി വന്നു. അത്തരത്തിലൊരു നീക്കം ഇറാനിൽ നടത്തുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ സൈനികരായിരിക്കും ഒരുപക്ഷെ നഷ്ടപ്പെടുന്നത്. വിയറ്റ്നാം അല്ല ഇറാൻ എന്നുള്ളത് കൊണ്ട് തന്നെയും വലിയ ഭൂപ്രദേശമായതുകൊണ്ട് തന്നെയും ഒരു കരയുദ്ധത്തിന് പോയി ഇറാനികളെ തോൽപ്പിച്ച് ജയിക്കുക എന്നുള്ള അസാധ്യമാണ്. പക്ഷേ ഇവിടെ ട്രംപിനെ കുഴക്കിയ കാര്യം മറ്റൊന്നുമല്ല, ഇത്രയും ദിവസം നടന്ന ആക്രമണത്തിൽ ഈ അമേരിക്കയുടെ ആവനാഴിയിൽ ഉണ്ടായിരുന്ന ആയുധ ശേഖരത്തിൽ വലിയ രീതിയിൽ കുറവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് റഷ്യ മുതലെടുക്കുമെന്ന് ട്രംപും യൂറോപ്യൻ രാജ്യങ്ങളും ഇപ്പോൾ സംശയിക്കുന്നു. ടോമാഹോക്ക് മിസൈൽ അടക്കം വലിയ കുറവാണ് ഈ അമേരിക്കയ്ക്ക് വന്നിരിക്കുന്നത്. ഇത് മുതലെടുത്തുകൊണ്ട് റഷ്യ ഉക്രൈനെ മാത്രമല്ല മറ്റ് പോളണ്ട് അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് തിരിയുമെന്നുള്ള ഒരു ഭയം കൂടിയാണ് ട്രംപിനെ പെട്ടെന്ന് യുദ്ധം നിർത്താൻ പ്രേരിപ്പിച്ചത്. കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി തുടരുന്ന യുദ്ധത്തിൽ ആയുധങ്ങൾ ഇസ്രായേലിനടക്കം തീർന്നു തുടങ്ങിയതായിട്ടുള്ള നേരത്തെ മുതലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. ഇറാന് വേണ്ട ആയുധങ്ങളും മറ്റുമൊക്കെ രഹസ്യമായി ഉത്തര കൊറിയയും ചൈനയും ഒപ്പം തന്നെ റഷ്യയുമൊക്കെ എത്തിച്ചുകൊണ്ട് മാക്സിമം യുദ്ധം നീട്ടിക്കൊണ്ടു പോവുക. ഇതിൽ അമേരിക്ക അവരുടെ ആയുധങ്ങൾ വലിയൊരു ശേഖരം ഇവിടെ വിനിയോഗിക്കുകയാണ് എങ്കിൽ നാളെ ഒരു യുദ്ധം റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം കടുക്കുകയാണെങ്കിലോ, റഷ്യ പോളണ്ടിനെയോ ഇല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെ ആക്രമിക്കുകയാണെങ്കിലോ പെട്ടെന്ന് അവർക്ക് ഈ അമേരിക്കയ്ക്ക് അവരെ സഹായിക്കാൻ കഴിയില്ല എന്നൊരു തോന്നൽ കൂടി ഉണ്ടായി. ഇതാണ് പുടിൻ മുൻനിർത്തി, അതായത് ഇറാനെ മുൻനിർത്തി കളിച്ച ഒരു കളിയായിട്ട് പലരും ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. ഏതായാലും ആവനാഴിയിലെ ആയുധങ്ങൾ തീർന്നു തുടങ്ങിയപ്പോൾ ഒരു റെസ്റ്റ് ആവശ്യമാണ് അമേരിക്കയെ സംബന്ധിച്ച്. ആ റെസ്റ്റിലേക്ക് അവർ പോയേ മതിയാകും. അതുകൊണ്ട് തന്നെ ആകണം ഈ വെടിനിർത്തലിലേക്ക് ട്രംപ് എത്തിയത്. ന്യൂസ് ഡെസ്ക് മുസ്ലിം മലയാളം.